Good morning, dear students. So, welcome to our next class on metabolism of lipids. Last class, we carbohydrate metabolism discussed. Protein metabolism, we discussed it in the offline classes. And now, let's move on to the metabolism of lipids. So, we are looking into two types of reactions here. One is its anabolism, and one it is it's the catabolism of lipids, where basically ബയോസിന്തസിസും അതേപോലെ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ അഥവാ അതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെ നോക്കാം. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് ഇത് നടക്കുന്നത്. And it is mostly oxidized by beta oxidation reactions. Okay, so beta oxidation is defined as the oxidation of fatty acids on the beta carbon atom. Okay, ആ കാർബൺ ആറ്റത്തിൻ്റെ പേരാണ് ബീറ്റ കാർബൺ ആറ്റം. അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ബീറ്റ എന്ന് വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി സീക്വൻഷ്യൽ റിമൂവൽ ഓഫ് എ 2 carbon fragment, that is the acetyl coenzyme A. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കാണ് ഫാറ്റി ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഫാറ്റി ആസിഡ് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പല റേഞ്ച് ഓഫ് ലോങ് ചെയിൻ കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ സൈസ് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് പല ടൈപ്പ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പാമ്പറ്റിക് ആസിഡ്, ഒലീക് ആസിഡ്, ഒക്കെ ഓരോ ഫാറ്റി ആസിഡ്സ് ആണ്. നമ്മൾ അരാക്കിഡോണിക് ആസിഡ്, ഇതിലൊക്കെ കാർബൺ ആറ്റത്തിൻ്റെ അമൗണ്ട് ആണ് വേരിയേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പിലും 2 കാർബൺസ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് അസിറ്റൈൽ കോഎൻസൈം എ ആയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ്ലി ആക്ടിവേഷൻ ഓഫ് ദി ഫാറ്റി ആസിഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ ഫാറ്റി ആസിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ ദിസ് ഫാറ്റി ആസിഡ്സ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി മൈറ്റോകോൺട്രിയ ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർലി ഹാപ്പൻസ് ഇൻ ദി മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഓക്കെ, സോ ഫസ്റ്റ്ലി ഈ ഫാറ്റി ആസിഡ്സ് ആർ ഓക്സിഡൈസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ഇൻ ദ ബോഡി, ബട്ട് ബ്രെയിൻ, അതേപോലെ നമ്മൾ RBC, അഡ്രിനൽ മെഡുല്ല, ദീസ് പ്ലേസസ് ഓർ ദീസ് ഓർഗൻസ് ക്യാൻ നോട്ട് യൂസ് ഫാറ്റി ആസിഡ് ഫോർ എനർജി റിക്വയർമെൻറ്റ്. സോ ഈ ഒരു ഫാറ്റി ആസിഡ് ഓക്സിഡേഷന് ശരിക്കും നടക്കണം എന്തിനാണ്? നമുക്ക് എനർജി റിലീസ് ചെയ്യാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫാറ്റി ആസിഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ടിഷ്യൂസും യൂസ് ചെയ്യും. പക്ഷേ എക്സെപ്റ്റ് ദിസ് ബ്രെയിൻ, RBC and adrenal medulla, their fatty acids are not used for energy source. Okay, so ഇതിൻ്റെ ആക്ടിവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി ഏതെങ്കിലും ഒരു ഫാറ്റി ആസിഡ്, ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. 2 കാർബൺസ് ഉണ്ടാകും ആൻഡ് 1 CO- ഗ്രൂപ്പ്, ആൻഡ് ദിസ് വുഡ് ബി അവർ R ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതും വരാം. ഈ R ഗ്രൂപ്പ് ഏതുമാകാം. എത്ര ലോങ് ചെയിൻ കാർബൺ ആകാം, അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ കാർബൺസ് ആകാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഗ്രൂപ്പിനനുസരിച്ചും ഓരോ ടൈപ്പ് ഫാറ്റി ആസിഡാണ് ഉണ്ടാകുക. അപ്പോൾ ബേസിക്കലി ഉള്ള സ്ട്രക്ചർ ഇതാണ്. ആൻഡ് ഈ ഫാറ്റി ആസിഡ് ഫസ്റ്റ്ലി തൈറോകൈനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അസൈൽ അഡിനിലേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആക്കി മാറ്റാണ് ചെയ്യുക. അവിടെ ഈ ഒരു COൻ്റെ O നഷ്ടപ്പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, AMP എന്നുള്ള ജോയിൻ ചെയ്ത് വരാണ്. ദിസ് AMP ഈസ് ഡിറൈവ്ഡ് ഫ്രം ദീസ് ATP. ഓക്കെ, അപ്പോൾ ATP യൂസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഈ AMP പാർട്ട് കിട്ടുന്നത്. ആൻഡ് ദർ ഇസ് പൈറോഫോസ്ഫേറ്റ് വിച്ച് ഈസ് എ ബിറ്റ് റിയാക്റ്റീവ്, ആൻഡ് ദിസ് ഇസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്സ്. ഓക്കെ, ത്രൂ ദി phosphatase enzyme, and this acyl adenylate is then converted into acyl coenzyme A, not acetyl coenzyme A, acyl coenzyme A, in the presence of coenzyme A. Okay, ആ coenzyme A പാർട്ട് ആഡ് ചെയ്തിട്ടാണ് അസൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഫൈനൽ അസൈൽ കോഎൻസൈം എയുടെ സ്ട്രക്ചർ. ഓക്കെ, സോ ഇങ്ങനെയാണ് അതിന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡ്. ഒരു ഫാറ്റി ആസിഡ് പാർട്ട് ഉണ്ടാകും, ആൻഡ് ഇതാണ് അതിൻ്റെ കോഎൻസൈം എ പാർട്ട്, ദാറ്റ് ഈസ് ദ ആക്ടിവേറ്റഡ് ഫോം ഓഫ് ഫാറ്റി ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദീസ് ഫാറ്റി ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ഇൻ ടു അസൈൽ കോഎൻസൈം എ ബൈ ദ തൈറോകൈനേസ് എൻസൈം, അസൈൽ കോഎൻസൈം എ സിന്തറ്റേസസ്. ഓക്കെ, ഈ എൻസൈമും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് 2 സ്റ്റെപ്സ് വഴിയാണ് നടക്കുന്നത്. ഒന്നിൽ ATP വേണം, അതേപോലെ രണ്ടാമത്തേൽ കോഎൻസൈം എയും മെഗ്നീഷ്യം ആവശ്യമുണ്ട്, മെഗ്നീഷ്യം അയോൺസ്. അത് നേരത്തെ നമ്മൾ കാണിച്ച റിയാക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് റിയാക്ട്സ് വിത്ത് ദി ATP ടു ഫോം അസൈൽ അഡിനിലേറ്റ് ആൻഡ് കമ്പൈൻസ് വിത്ത് കോഎൻസൈം എ ടു പ്രൊഡ്യൂസ് അസൈൽ കോഎൻസൈം എ. ആൻഡ് in the activation 2 energy phosphates are utilized. Okay, എന്ന് വെച്ചാൽ ATP യൂട്ടിലൈസ് ചെയ്തിട്ട് പൈറോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് എൻസൈം, ഇനോർഗാനിക് പൈറോഫോസ്ഫേറ്റേസ് എൻസൈം, ഹൈഡ്രോലൈസസ് ദി PPI into inorganic phosphate or
phosphate ions. Okay, and the immediate elimination of PPI is actually makes it irreversible reaction. Okay, അപ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് വരില്ല. This is an irreversible reaction. Okay, so this is the same reaction ഇവിടെ Mg2+ മെൻഷൻ ചെയ്തിട്ടുണ്ട്. And this acyl coenzyme A is the activated fatty acid structure. Next is transport of acyl coenzyme A into mitochondria. Okay, അപ്പം മൈറ്റോകോൺട്രിയക്ക് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണുള്ളത്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റി ആസിഡിന് എന്താണ് ഇംപെർമിയബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം വഴിയാണ് അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ഉള്ളിലേക്ക് കടത്തി വിടാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് സിസ്റ്റം ഇസ് കാർണിറ്റിൻ കാരിയർ സിസ്റ്റം ഓർ കാർണിറ്റിൻ ഷട്ടിൽ എന്ന് പറയും. I hope you know what carnitin is, and this operates to transport these fatty acids from the cytoplasm to the mitochondria. Okay, അപ്പോൾ അത് 4 സ്റ്റെപ്പ് വഴിയാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് എന്താകും, ഈ അസൈൽ ഗ്രൂപ്പ് ഓഫ് അസൈൽ കോഎൻസൈം എ, ഇതിൻ്റെ ഈ അസൈൽ കോഎൻസൈം എ ആയിട്ടാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ അസൈൽ പാർട്ട് എന്ത് ചെയ്യും, കാർണിറ്റിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കാർണിറ്റിൻ്റെ ഫോം എന്നാണിത്. ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് കാറ്റലൈസ്ഡ് ബൈ കാർണിറ്റിൻ അസൈൽ ട്രാൻസ്ഫറേസ് 1. ഓക്കെ, ഇത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുക. ആൻഡ് ഈ ഒരു എൻസൈം എവിടെ ഉണ്ടാകുക, ഇന്നർ മൈറ്റോകോൺട്രൽ മെമ്പറൈൻ വെച്ചാൽ ഔട്ടർ മൈറ്റോകോൺട്രൽ മെമ്പറൈൻ കടന്ന് ചെന്നതിന് ശേഷമാണ് ഇന്നർ മൈറ്റോകോൺട്രൽ മെമ്പറൈൻ എത്തുന്നതിന് മുന്നേ അതിൻ്റെ സർഫസിലുള്ള ഈ ഒരു എൻസൈം വെച്ചിട്ടാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ അസൈൽ ഗ്രൂപ്പ് മാത്രമേ കാർണിറ്റിൻ എടുത്ത് വെക്കുള്ളൂ കേട്ടോ. ആൻഡ് ദിസ് അസൈൽ കാർണിറ്റിൻ ഇസ് ദെൻ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദി മെമ്പറൈൻ through the mitochondrial matrix by a specific carrier protein. ഈ ഒരു സാധനം, ഈ ഒരു കോംപ്ലക്സ് ആണ് പിന്നെ ഒരു സ്പെസിഫിക് കാരിയർ പ്രോട്ടീൻ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഫാറ്റി ആസിഡ് പാർട്ട് കാർണിറ്റിനായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആക്കിയിട്ടാണ് പിന്നെ ആ ഒരു കോംപ്ലക്സിനെയാണ് ഇപ്പം പറഞ്ഞ കാരിയർ പ്രോട്ടീന് ക്യാരി ചെയ്തിട്ട് ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ് ഇറ്റ് ഇൻ ടു ദി മൈറ്റോകോൺട്രിയൽ മെട്രിക്സ് ഇത് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഈ അസൈൽ കാർണിറ്റിൻ എന്ന് പറഞ്ഞ സാധനം അതേപോലെ നിലനിർത്താൻ പറ്റില്ല. കാർണിറ്റിൻ ഇസ് ജസ്റ്റ് കാരിയർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഉള്ളിൽ വെച്ചിട്ട് നേരെ റിവേഴ്സ് റിയാക്ഷൻ നടക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർണിറ്റിൻ അസൈൽ ട്രാൻസ്ഫറേസ് 2 എൻസൈം ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ഇന്നർ സർഫസ് ഓഫ് ദി ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറേസ് 1 ആണ് പുറം ഭാഗത്ത് കാണുന്നത്, ട്രാൻസ്ഫറേസ് 2 ആണ് ഉൾഭാഗത്ത് കാണുന്ന മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ. ആൻഡ് ഇറ്റ് കൺവേർട്സ് ദി അസൈൽ കാർണിറ്റിൻ ടു അസൈൽ കോഎൻസൈം എ. അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കോഎൻസൈം എ സപ്ലൈ ചെയ്തിട്ടാണ് കാർണിറ്റിന് പകരം അസൈൽ കോഎൻസൈം എ ആയിട്ട് ഫൈനൽ ആക്റ്റീവ് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈ കാർണിറ്റിൻ ഫ്രീ ആവുമല്ലോ, ഇത് പിന്നെ എന്ത് ചെയ്യും, തിരിച്ച് സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദിസ് ഇസ് അവർ അസൈൽ കോഎൻസൈം എ ആൻഡ് ദിസ് ഇസ് കാർണിറ്റിൻ കൂടി ചേർന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാർണിറ്റിൻ അസൈൽ ട്രാൻസ്ഫറേസ് 1 എൻസൈം. ആ കോആഷ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോഎൻസൈം എ സൈറ്റോസോളിൽ തന്നെ നിൽക്കും. ഇതൊരു കോംപ്ലക്സ് ഫോം ചെയ്യും, അസൈൽ കാർണിറ്റിൻ കോംപ്ലക്സ്. ഇത് കാരിയർ പ്രോട്ടീൻ, ഇതാണ് നമ്മൾ കാരിയർ പ്രോട്ടീൻ. അത് ക്യാരി ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് കടക്കും, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ദിസ് ഇസ് ദ മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. ആൻഡ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, കോആഷ് ജോയിൻ ചെയ്തിട്ട് ഈ കാർണിറ്റിനെ പുറന്തള്ളിയിട്ട് ഇതൊറ്റ കോംപ്ലക്സ് ആയിട്ട് മാറും ഇൻ ദ പ്രസൻസ് ഓഫ് കാർണിറ്റിൻ അസൈൽ ട്രാൻസ്ഫറേസ് 2. ഈ കാർണിറ്റിൻ പിന്നെ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് വരും, സൈറ്റോപ്ലാസത്തിലേക്ക് വരും. ഇവിടെ വെച്ചിട്ട് പിന്നെ ഇത് റീസൈക്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആ കാർണിറ്റിൻ റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഈസ് ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈച്ച് സൈക്കിൾ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ലിബറേറ്റ്സ് 2 കാർബൺ യൂണിറ്റ് അസറ്റൈൽ കോഎൻസൈം എ. ഓക്കെ, ഓരോ സൈക്കിളിലും അസറ്റൈൽ കോഎൻസൈം എ എന്നുള്ളൊരു കോമ്പൗണ്ടാണ് ഉണ്ടാകുക. അതിൽ 2 കാർബണായിട്ടാണ് റിമൂവ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി 4 വിത്ത് ഇൻ എ സീക്വൻസ് ഓഫ് 4 റിയാക്ഷൻസ്. ഫസ്റ്റ്ലി ഓക്സിഡേഷൻ, ദെൻ ഹൈഡ്രേഷൻ, ദെൻ അഗെയിൻ ഓക്സിഡേഷൻ ആൻഡ് ദെൻ ക്ലീവേജ്. ഓക്കെ, ഓക്സിഡേഷൻ പറയുമ്പോൾ ഈ അസൈൽ കോഎൻസൈം എ ആദ്യം എന്ത് ചെയ്യും, ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ട് ഒരു FAD ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവോ എൻസൈം, ഒരു ടൈപ്പ് ഓഫ് എൻസൈമാണ് നമ്മളെ ഇലക്ട്രോൺ ചെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ആൻഡ് ആ ഒരു ഇതിൻ്റെ പ്രസൻസിൽ പ്ലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എൻസൈം അസൈൽ കോ എൻസൈം എ ഡിഹൈഡ്രോജനൈസ് എൻസൈം ഡബിൾ ബോണ്ട് ഇസ് ഫോംഡ് ബിറ്റ്വീൻ ദി O and P കാർബൺസ്. ഓക്കെ, ഇത് കെമിക്കൽ സ്ട്രക്ചറാണ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. 2 കാർബണിൻ്റെ അടിയിൽ എന്താകും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഇസ് സെക്കൻഡ് ആൻഡ് തേർഡ് കാർബൺസ്. ഓക്കെ, ആൻഡ് ദെൻ ഹൈഡ്രേഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇനോയിൽ കോഎൻസൈം hydratase enzyme helps to bring out hydration reaction, and this double bond എന്ത് ചെയ്യും, അവിടെ
ആ ഡബിൾ ബോണ്ടിനാണ് ഹൈഡ്രേഷൻ വരുത്തിയിട്ട് ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഗെയിൻ ഓക്സിഡേഷൻ ഹാപ്പൻസ്. ഈ ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം എ ഡിഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിൽ സെക്കൻഡ് ഓക്സിഡേഷൻ നടക്കും ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് NADH ആൻഡ് ദ പ്രോഡക്റ്റ് ഫോംഡ് ഇസ് ബീറ്റ കീറ്റോ അസൈൽ കോഎൻസൈം എ. ദെൻ ഈ ഒരു സാധനത്തിൻ്റെ ക്ലീവേജ് ആണ് പിന്നെ നടക്കുന്നത്. അവിടെ 2 കാർബൺ ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എ is formed from acyl coenzyme A finally. Okay, അപ്പോൾ അവിടെ തിയോളൈറ്റിക് ക്ലീവേജ് എന്നും പറയാറുണ്ട് in the presence of thiolase enzyme and it is catalyzed by beta keto acyl coenzyme A thiolase enzyme. ഓക്കെ, അല്ലെങ്കിൽ തിയോളേസ് എന്ന് പറയാം. ഓക്കെ, റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ അസൈൽ കോഎൻസൈം ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. ദിസ് എൻസൈം എൻറ്റേഴ്സ് ദി മൈറ്റോകോൺട്രിയ ത്രൂ ദി കാർണിറ്റിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അവിടെ അസൈൽ കോഎൻസൈം എൻ്റെ ഡീഹൈഡ്രജനേഷൻ നടക്കുകയാണ്. അവിടെ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു. FAD ആണ് അവിടെ ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ FADH2 2 ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് യു നോ, അതൊക്കെ ഒരു എനർജി കറൻസിയാണ്. FADH2 അതുപോലെ NADH ഒക്കെ ഓരോരോ എനർജി കറൻസിയാണ്. ഒരു FADH2 നിന്ന് 2 ATP കിട്ടും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു transenol coenzyme A in the presence of acyl coenzyme A dehydrogenase enzyme. Then this is converted into beta hydroxy acyl coenzyme A through hydration. Hydration means water join ചെയ്യാണ് in the presence of this enzyme. And ഈ ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം എ പിന്നെ സെക്കൻഡ് ഓക്സിഡേഷൻ നടക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോഎൻസൈം എ ഡിഹൈഡ്രോജനേസ് എൻസൈം. ആൻഡ് അവിടെ ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് NAD+ ആണ്, കൺവേർട്ട്സ് ഇറ്റ് ഇൻ ടു NADH ആൻഡ് ദിസ് NADH നിന്ന് 3 ATP കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എനർജിയാണ് ഫാറ്റി ആസിഡിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ ബ്രേക്ക് ഡൗണിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. Then this beta hydroxy acyl coenzyme A is converted into beta keto acyl coenzyme A after the second oxidation and finally thiolase enzyme പ്രസൻസിൽ കോഎൻസൈം എ ജോയിൻ ചെയ്തിട്ട് അസൈൽ കോഎൻസൈം എയും അസറ്റൈൽ കോഎൻസൈം എയും കൂടി വരും. ഓക്കെ, ഈ അസൈൽ കോഎൻസൈം എ പിന്നെയും അവിടെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ എന്ന് വെച്ചാൽ അസറ്റൈൽ കോഎൻസൈമേക്കുള്ള കാർബൺ കിട്ടുന്നത് ഈ R ഗ്രൂപ്പിൽ നിന്നാണ്. ഓക്കെ, അതിൽ നിന്ന് ബാക്കി വരുന്ന സാധനങ്ങളാണ് പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യണം. അപ്പോൾ ഒറ്റ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ഫാറ്റി ആസിഡ് പറയുമ്പോൾ എത്രയേ ഈ R ഗ്രൂപ്പിൽ ചിലപ്പോൾ 10-15 കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പാർമിറ്റിക് ആസിഡ് പറഞ്ഞത് 16 കാർബൺ ഫാറ്റി ആസിഡാണ്. ഓക്കെ, അപ്പോൾ ആ ഓരോ 16 കാർബൺസിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഓരോ സൈക്കിളിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളിക്കാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അത്രയും അസറ്റൈൽ കോഎൻസൈം എ ജനറേറ്റ് ചെയ്യും. ഇത് പിന്നെ എന്ത് ചെയ്യും, ക്രെബ്സ് സൈക്കിളിൽ എൻജർ ചെയ്തിട്ട് അവിടെ ATP ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 2 കാർബൺ ഡയോക്സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫാറ്റി ആസിഡ് കാറ്റബോളിസം. അവിടെ ഫാറ്റി ആസിഡ്സിന് ബ്രേക്ക് ഡൗൺ ആയിട്ട് നടന്നിട്ട് നമ്മൾ മൈറ്റോകോൺട്രിയൽ വെച്ചിട്ട് ടോട്ടൽ 5 ATP ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഫൈനലി എത്ര കാർബൺ ആറ്റം ചെയിൻ എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള അസറ്റൈൽ കോഎൻസൈം എ ഓരോ സൈക്കിളിലും ഓരോ അസറ്റൈൽ കോഎൻസൈം എ വെച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇത് പിന്നെ ബാക്കി വരുന്ന ലോങ് കാർബൺ ചെയിന് പിന്നെ രണ്ടാമത് ഈ റിയാക്ഷനിൽ വീണ്ടും പങ്കെടുക്കുകയാണ്. അടുത്ത 2 കാർബൺ ആറ്റംസ് റിമൂവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, so this is the beta oxidation. Next we can look into biosynthesis of the fatty acids. അപ്പോൾ ഇത് ഡയറ്ററി കാർബോഹൈഡ്രേറ്റ്സ് അമിനോ ആസിഡ്സൊക്കെ എക്സസ് ആയിട്ട് കൺസ്യൂം ചെയ്താൽ നമുക്കറിയാം അത് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ഡിനോവോ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയാറുണ്ട്. മെയിൻലി ഒക്കെ പറയുന്നത് ലിവർ, കിഡ്നി, അഡിപ്പോസ് ടിഷ്യൂ അതേപോലെ ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻസിലൊക്കെയാണ് ഇത് നടക്കുന്നത്. ആൻഡ് അതിനൊരു പ്രത്യേക തരം എൻസൈം മെഷീനറി തന്നെ ഉണ്ട്. It happens in the cytosomal fraction of the cell or the cytoplasm and acetyl coenzyme A is the source of the carbon atoms. Okay, ഈ അസറ്റൈൽ കോഎൻസൈം എയിൽ നിന്നാണ് കാർബൺ ആറ്റംസ് കിട്ടുന്നത്. വൈൽ NADPH ആൻഡ് പ്രൊവൈഡ്സ് റെഡ്യൂസിങ് ഇക്വലൻസ് എന്ന് വെച്ചാൽ റിഡക്ഷൻ റിയാക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന NADPH ആണ് ATP സപ്ലൈസ് എനർജി. ഓക്കെ, അപ്പോൾ ഇതും 3 സെറ്റ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് നടക്കുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം A ആൻഡ് NADPH ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ this acetyl coenzyme A is converted into malonyl coenzyme A. Then after that this third set of reaction avada fatty acid synthase complex or group of enzymes ആണ് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ് പിന്നെ നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
first one, production of acetyl coenzyme A and NADPH. അവിടെ ഇത് രണ്ടും ആണ് നമ്മൾ ഫാറ്റി ആസിഡ് സിന്തസിസിനുള്ള പ്രീ റിക്വസിറ്റ്സ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ്. ഓക്കെ, ഈ അസിറ്റൈൽ കോഎൻസൈം എ മൈറ്റോകോൺഡ്രിയയിൽ നിന്നാണ് നമുക്ക് കിട്ടുക ബൈ ദ ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. ഇത് നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷനാണ്. ഓക്കെ, പൈറുവിക് ആസിഡിൽ നിന്നും അസിറ്റൈൽ കോഎൻസൈം കിട്ടും. ത്രൂ എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രൊഡക്റ്റാണ് പൈറുവിക് ആസിഡ്. അതിൽ നിന്ന് അസിറ്റൈൽ കോഎൻസൈം കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫാറ്റി ആസിഡ്സ് ഓൾസോ, ആഫ്റ്റർ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഇറ്റ് വി ഗെറ്റ് അസിറ്റൈൽ കോഎൻസൈം എ. And or we get it from the degradation of the certain amino acids. Okay, it also have a carbon skeleton. So adil ninnum endana 2 carbon convert ചെയ്തിട്ട് acetyl coenzyme കിട്ടും. Or it can be also formed from ketone bodies or its degradation. Okay, so in mitochondria we know mitochondria is not permeable to acetyl coenzyme also. Okay, it is not permeable to fatty acids, neither it is permeable to acetyl coenzyme A. And for this there is an alternative bypass arrangement so that we can transport acetyl coenzyme A into the cytoplasm. Okay, അപ്പോൾ നേരത്തെ നമ്മൾ ഫാറ്റി ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ അസറ്റൈൽ കോഎൻസൈമിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബൈപ്പാസ് മെത്തഡ് ഉണ്ട്. In this process, this acetyl coenzyme A in the mitochondria condenses with the oxaloacetic acid. Okay, that we know this reaction. Okay, നമ്മളെ TCA cycle വരുന്ന ഫസ്റ്റ് റിയാക്ഷൻ ആണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിട്രേറ്റ് ഓർ അവർ സിട്രിക് ആസിഡ്. ആൻഡ് ദിസ് ഇസ് ദെൻ ഫ്രീലി ട്രാൻസ്പോർട്ടഡ് ടു ദി സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി സിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് അത് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. And then from there it is converted back into the acetyl coenzyme A through a series of reactions. Firstly, this citric acid is acted upon by citrate lyase enzyme to liberate acetyl coenzyme A and oxaloacetic acid. Okay, so this is the reaction. Here in the mitochondrial matrix, acetyl coenzyme A is formed. Okay, from pyruvate or our fatty acids or amino acids. Okay, pyruvate can be formed by ഇതിൻ്റെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അത് അസിറ്റൈൽ കോഎൻസൈം A ആവും. or it can also be converted into oxaloacetic acid. Okay, and this acetyl coenzyme A can also be formed from amino acid skeletons or carbon skeleton of the fatty acids. And this acetyl coenzyme A is impermeable to the mitochondrial membrane. And for this acetyl coenzyme A is joined with or condenses with oxaloacetate to form citric acid in the presence of citrate synthase enzyme. This is the bypass arrangement we are doing to transport this acetyl coenzyme A out of the mitochondrial membrane. And this citrate easily passes through it. Then this is converted into oxaloacetic acid or splitted into oxaloacetic acid and acetyl coenzyme A in the presence of citrate lyase enzyme. For this an ATP is used. Coenzyme A is also added for this part. Okay, and this oxaloacetate then continues on. Okay, ഇത് പിന്നെ ഫോർവേഡ് റിയാക്ഷൻ ഇട്ട് നടക്കും. ഇതിവിടെ കിടക്കും. Oxaloacetate then is converted into malic acid through malate dehydrogenase enzyme and NADH is used up. And this reduction reaction happens, and then it is converted into pyruvic acid through the malic enzyme. And carbon dioxide and NADPH is used up, and this pyruvate then is recycled in the mitochondrial matrix by converting it into acetyl coenzyme A, and the cycle goes on. Okay, so ഇവിടെ ഈ acetyl coenzyme പിന്നെ എന്താക്കാണ് ചെയ്യുക, കാർബൺ ഡയോക്സൈഡും NADPHൻ്റെ ഒക്കെ യൂസോട് കൂടി ഫാറ്റി ആസിഡ് സിന്തസിസിന് യൂസപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അസിറ്റൈൽ കോഎൻസൈം A ക്രിയേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി സൈറ്റോപ്ലാസം. നെക്സ്റ്റ് we does the formation of malonyl coenzyme A. Here this acetyl coenzyme A is carboxylated to form malonyl coenzyme A. Okay, ആ acetyl coenzyme നെ ഇനി എങ്ങനെ ഫാറ്റി ആസിഡ് ആക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിനെ malonyl coenzyme A ആയിട്ട് കൺവേർട്ട് ചെയ്യും ത്രൂ കാർബോക്സിലേഷൻ റിയാക്ഷൻ. എന്ന് വെച്ചാൽ കാർബൺ ആറ്റം ആഡ് ചെയ്തിട്ട്. ഓക്കെ, സോ 2 കാർബൺ ഉള്ള അസിറ്റൈൽ കോഎൻസൈം A എന്താകും, 3 കാർബൺ ഉള്ള മാലോനൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യും in the presence of acetyl coenzyme A carboxylase enzyme, and it is also an ATP dependent reaction, and it also needs biotin for the carbon dioxide fixation. Okay, അപ്പോൾ ആ കാർബൺ കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡിൽ നിന്നാണ്, and it is catalyzed by biotin and ATP and this enzyme also.
And this mechanism involves it's similar to the pyruvate carboxylase enzyme, okay, that happens in the glycolysis reaction or in the previous reaction. Okay, so this is the reaction. Acetyl coenzyme A is converted into malonyl coenzyme A, the presence of this enzyme biotin, and this extra this is a 2 carbon molecule and this is a 3 carbon molecule. So the third carbon is is available from the carbon dioxide, okay, and ATP is also used up for this reaction. But extra ഒരു carbon atom കിട്ടാണ് ചെയ്യുക. This is our carbon part, okay. So basically this is our fatty acidic part, okay. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ഫാറ്റി ആസിഡ് അതിൻ്റെ ഒരു പ്രിക്കേഴ്സർ ഫോമായി അസിഡിക് പാർട്ടാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനി ഫാറ്റി ആസിഡിൻ്റെ ബാക്കി ആർച്ചൈൻ ആണ് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത്, okay. So that is what happens in the next set of reactions, that is the reaction of fatty acids in this complex. ഇപ്പോൾ നമ്മൾ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു അസിഡിക് പാർട്ട് ഉണ്ടാവും, CO- അല്ലെങ്കിൽ COH, പിന്നെ ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ആ R ഗ്രൂപ്പിനാണ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിനാണ് നമ്മളിനി ഫോം ചെയ്യണത്. അത് ഡിപ്പെൻസ് ആണ് എത്ര കാർബൺ ആറ്റം കൂട്ടി ചേർക്കുന്നോ അതിനനുസരിച്ച് എന്ത് വരും, ഓരോ ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 16 കാർബൺസ് ഉള്ള R ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാൽമെറ്റിക് ആസിഡ് എന്ന് വിളിക്കും. അതിലേറെ കാർബൺ ഉള്ളതിനൊക്കെയാണ് നമ്മൾ ഈ ഒലീക് ആസിഡ് അങ്ങനെ പല തരത്തിലുള്ള ഫാറ്റി ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അതും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിയാക്ഷൻ, ഒരു സീരീസ് ഓഫ് എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സീരീസ് ഓഫ് എൻസൈംസിനെ നമ്മൾ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഓക്കെ. And this is a multifunctional enzyme, okay. So the remaining reactions happens with the help of this enzyme complex. And in eukaryotic cells this fatty acid synthase exists as a dimer, okay. അല്ലെങ്കിൽ അതിനൊരു 2 identical units, it is made up of 2 monomer units and each monomer has 7 different enzymes, okay. ഓരോ മോണോമർ യൂണിറ്റിലും 7 തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ആൻ അസൈൽ കാരിയർ, ഓക്കെ. ആ R ഗ്രൂപ്പ് കാരിയറും അതിലുണ്ട്, ഓക്കെ. സോ ആ എൻസൈമിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ പറഞ്ഞത്. 2 മോണോമർ യൂണിറ്റ് ഉണ്ട്, ഓരോന്നിനും 7 ഡിഫറെൻറ്റ് എൻസൈംസിൻ്റെ ഒരു ക്ലസ്റ്ററാണ് ഉള്ളത്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കോംപ്ലെക്സ്, ഒരു സിന്തേസ് കോംപ്ലെക്സ്, ഓക്കെ. അതൊരു കൂട്ടം എൻസൈംസ് ആണ്, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഫേസ് എൻസൈം കാറ്റലൈസസ് ദി ചെയിൻ ഇലോങ്ങേഷൻ റിയാക്ഷൻ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാറ്റി ആസിഡ്സ് ഇറ്റ്സ് എ ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ്, ഓക്കെ. സോ ആ ചെയിൻ്റെ ലെങ്ത് കൂട്ടാനുള്ള പരിപാടി എടുക്കുന്ന ആളാണ് ഈ FAS. ആൻഡ് ഇറ്റ് ആഡ്സ് 2 കാർബൺസ് പെർ സൈക്കിൾ, ഓക്കെ. ഒറ്റ സീരീസ് ഓഫ് റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ 2 കാർബൺ അങ്ങനെ ആഡ് ചെയ്ത് കൂട്ടാണ് ചെയ്യുക. ഇറ്റ് ഹാസ് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 മോണോമർ യൂണിറ്റ്സ്, സോറി മോണോസാക്കറൈഡ് അല്ല, 2 മോണോമർ യൂണിറ്റ്സ്, ഓക്കെ. നൗ ദിസ് ഈസ് അവർ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ്ലി sorry, it's not visible right now. Firstly, we have acetyl coenzyme A, that is the initiator or the first part of our reactions. ഈ അസറ്റൈൽ കോഎൻസൈമിലേക്ക് 2 കാർബൺ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് ദെൻ ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അവർ 3 കാർബൺ മാലനോൾ കോഎൻസൈം A, ദാറ്റ് ഈസ് ദി കാർബൺ ഡോണർ, ഓക്കെ. അപ്പോൾ ഇയാളാണ് 2 കാർബൺ അങ്ങനെ ഓരോ സൈക്കിളിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓക്കെ. ഓരോ സൈക്കിളിലും ഓരോ 2 കാർബൺ അങ്ങനെ ഈ ചെയിനൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുക, ഓക്കെ. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഫസ്റ്റ്ലി ഇത് രണ്ടും ജോയിൻ ചെയ്ത് വെച്ചാൽ നമ്മൾ അസറ്റൈൽ കോഎൻസൈം Aയും മാലനോൾ കോഎൻസൈം Aയും കൂടിയും റിയാക്ട് ചെയ്തിട്ട് ഇൻ ദി അസൈൽ കാരിയർ പ്രോട്ടീൻ, ഒരു പ്രോട്ടീനിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ആൻഡ് ഇത് രണ്ടും കൂടിയിട്ട് ശരിക്കും 5 കാർബൺ മോളിക്യൂളാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും, ഒരു കാർബൺ ഡയോക്സൈഡ് ലോസ് ആയി പോകുന്നുണ്ട് ത്രൂ ഡീകാർബോക്സിലേഷൻ റിയാക്ഷനാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 4 കാർബൺ മോളിക്യൂൾ ആയിട്ടുള്ള ബീറ്റ കീറ്റോ അസൈൽ ACP മീൻസ് അവർ അസൈൽ കാരിയർ പ്രോട്ടീൻ, ഓക്കെ. സോ ദിസ് ഇസ് ഫോംഡ് ആൻഡ് ഇറ്റ് ഹാസ് എ കീറ്റോ ഗ്രൂപ്പ്. അതാണ് ഈ കീറ്റോ അസൈൽ ACP എന്ന് പറയാൻ കാരണം. ദിസ് ഇസ് അവർ കീറ്റോ ഗ്രൂപ്പ്. ആൻഡ് ദെൻ it carries out a reduction reaction. NADPH is converted into NADH and H+, and ഇവിടെ ബീറ്റ ഹൈഡ്രോക്സി അസൈൽ ACP ആയിട്ടാണ് പിന്നെ അത് കൺവേർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്. ആൻഡ് ബേസിക്കലി ഇവിടെ നടന്നതെന്ന് വെച്ചാൽ കീറ്റോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് മാറ്റിയിട്ട് ആൽക്കഹോൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, ഓക്കെ. അവിടെ ഒരു ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് NAD+ ആയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകുക. ആൻഡ്
this is used up here, okay, basically. And then this beta hydroxyacyl ACP is converted into enoyl ACP or acyl carrier protein through dehydration reaction. Here one H2O or water molecule is lost, and ivideyum 4 carbon molecule aanulladu, but it has a double bond, okay. So idine pinne single bond aayittu convert cheyana through another reduction reaction where NADPH is used up, where H accept ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ആൻഡ് ഇറ്റ് ഫോംസ് സാച്ചുറേറ്റഡ് അസൈൽ കാരിയർ പ്രോട്ടീൻ, ഓക്കെ, സാച്ചുറേറ്റഡ് അസൈൽ ACP. ദിസ് ഈസ് ദി ബേസിക് ഓർ ദ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ഓർ ഇത് വെച്ചിട്ടാണ് പിന്നെ ആ ചെയിൻ ബിൽഡപ്പ് ചെയ്യുക, ഓക്കെ. ദിസ് ഈസ് അവർ ബേസിക് സ്ട്രക്ചർ, and from on this 2 carbons are then added on to form the ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്, ഓക്കെ. അപ്പോൾ ഈ ഒരു 4 കാർബൺ ആയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടാണ് പിന്നെ നമ്മൾ ചെയിൻ റിയാക്ഷനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് പിന്നെ എന്താണ് ചെയ്യുക, 2 കാർബൺ അങ്ങനെ ഓരോ സൈക്കിളിലും ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക, ഓക്കെ. അപ്പോൾ ബേസിക്കലി ദിസ് 4 കാർബൺ ACP, ഇതിനാണ് നമ്മൾ 4 കാർബൺ മോളിക്യൂളിനാണ് 4 കാർബൺ ACP ആയിട്ടുള്ളതിന് പിന്നെ 2 കാർബൺ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം അവർ മാലോനൈൽ കോഎൻസൈം A, ഓക്കെ. ഇപ്പോൾ ഇവിടെ അസിറ്റൈൽ കോഎൻസൈം Aക്ക് പകരം മാലോനൈൽ ഈ ഒരു 4 കാർബൺ മോളിക്യൂളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ആൻഡ് അവർ മാലോനൈൽ കോഎൻസൈം A. പക്ഷേ ഇവിടെ 2 കാർബൺ ഇസ് കമ്മിങ് ഫ്രം അവർ മാലോനൈൽ കോഎൻസൈം A. ഈ എക്സ്ട്രാ ഒരു കാർബൺ ഉള്ളത് കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യും, ജസ്റ്റ് ലൈക്ക് ഹിയർ, ഓക്കെ. ഇവിടെ ഉള്ളതേപോലെ തന്നെ ഒരു കാർബൺ മോളിക്യൂൾ റിമൂവ് ചെയ്യും, ആൻഡ് ടോട്ടലി എന്ത് വരണം, 4 കാർബൺ പ്ലസ് മാലോനൈലുള്ള 3 കാർബണും കൂടി കൂട്ടിയിട്ട് എത്ര വരണം, 7 കാർബണുള്ള ഒരു ആറ്റമാണ് വരേണ്ടത്. പക്ഷേ 2 കാർബൺ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബിക്കോസ് 1 കാർബൺ ഇസ് ലോസ്റ്റ് ആസ് കാർബൺ ഡയോക്സൈഡ്, ഓക്കെ. അപ്പോൾ ആകെ ടോട്ടൽ നോക്കുമ്പോൾ എന്താണ്, മാലോനൈലിൽ നിന്ന് 3 കാർബൺ ഉള്ള മോളിക്യൂൾ ആണെങ്കിലും 2 കാർബൺ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ലാസ്റ്റ്ലി 6 കാർബൺ ആറ്റം കിട്ടും. 4 + 2 6 കാർബൺ ആറ്റം, 6 കാർബൺ ACP പ്ലസ് another this reaction then continues, okay. ഇതാണ് പ്രൊഡക്റ്റ്. ഇതിലേക്ക് പിന്നെ വീണ്ടും നമ്മൾ മാനോനൈൽ ഒരു ഡോണറായിട്ട് ആക്ട് ചെയ്തിട്ട് 2 കാർബൺ പ്രൊവൈഡ് ചെയ്യും. അഗൈൻ ഇറ്റ് ഫോംസ് 8 കാർബൺ ആറ്റം, പിന്നെ 10 കാർബൺ ആകും, പിന്നെ 12 ആകും, 14 ആകും, അങ്ങനെ ലാസ്റ്റ് 16 ആകും. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്. 16 കാർബൺ ACP ആകുമ്പോൾ ഇതിന് പാൽമിറ്റോയിൽ ACP അല്ലെങ്കിൽ അസൈൽ കാരിയർ പ്രോട്ടീൻ എന്ന് പറയും. ഇതിന് പിന്നെ എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ പറഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് തയോഎസ്റ്ററേസ് എൻസൈം പാൽമിറ്റിക് ആസിഡ് ഫോം ചെയ്യും. ദിസ് ഇസ് അവർ 16 കാർബൺ ഫാറ്റി ആസിഡ്. 16 കാർബണുള്ള ഫാറ്റി ആസിഡ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഓക്കെ. അപ്പോൾ ഇവിടെ മുതൽ ഈ സൈക്കിൾ അങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്, ഓക്കെ. അവിടെ നടക്കണം എന്താ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ എൻഡിങ് പോയിന്റ്, ഓക്കെ. ഇതിന് കൂടി ഈ 4 കാർബണുള്ള ചെയിനിൽ കൂടി പിന്നെ 2 കാർബൺ അങ്ങനെ ഓരോ സൈക്കിളിലും ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓരോ സൈക്കിളിലും ആ 2 കാർബൺ കിട്ടുന്നത് മാലോനൈൽ കോഎൻസൈം A നിന്നാണ്. മാലോനൈൽ കോഎൻസൈം A ശരിക്കും 2 കാർബൺ അല്ല, 3 കാർബൺ ആറ്റാണ്. പക്ഷേ 2 കാർബൺ നമ്മൾ അതിൽ നിന്ന് എടുക്കുള്ളൂ. ഒരു കാർബൺ ആറ്റ് എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്യും. അപ്പം ഈ സാധനം പിന്നെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാണ്, ഓക്കെ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ടെൽ മീ. അപ്പോൾ ഓരോ സൈക്കിളിലും 2 കാർബൺ ആഡ് ചെയ്തു. ഫസ്റ്റ് സൈക്കിളിൽ 4 കാർബൺ മോളിക്യൂൾ ഉണ്ടായി. അടുത്ത സൈക്കിളിൽ നമ്മൾ 4 കാർബൺ ഉള്ള 2 കാർബൺ ആഡ് ചെയ്തിട്ട് 6 കാർബൺ മോളിക്യൂളായി. വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് 2 കാർബൺ ആഡ് ചെയ്തു. 8 കാർബൺ മോളിക്യൂളായി. അഗെയിൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ്, 2 കാർബൺ ഇസ് ആഡഡ്, 10 കാർബൺ മോളിക്യൂൾ ഇസ് ഫോംഡ്. Then again this cycle repeats and repeats to form our first fatty acid. 16 കാർബൺ ആയാലും അത് വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താണെന്നുണ്ടെങ്കിൽ പാൽമിറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും, ഓക്കെ. അപ്പോൾ അവിടെ ഈ ഒരു പ്രോട്ടീൻ കോംപ്ലക്സിൽ നിന്ന് നമ്മൾ ഫാറ്റി ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു എൻസൈം ആണ് തയോഎസ്റ്ററേസ്. അത് പാൽമിറ്റിക് ആസിഡിൻ്റെ കേസിൽ മാത്രമല്ല മറ്റുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ കേസിലും ഇത് തന്നെയാണ് നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാൽമിറ്റിക് ആസിഡ് അല്ല നമുക്ക് വേണ്ടത്, ഒലീക് ആസിഡ് കാണുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, എത്ര കാർബൺ ആറ്റംസ് ആണോ വേണ്ടത് അത്രയും തവണ ഇതങ്ങനെ ആഡ് ചെയ്ത് ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് കാർബൺ ആറ്റാണ് ഏത് ഫാറ്റി ആസിഡ് നമുക്ക് വേണ്ടത് വെച്ചാൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും, ഓക്കെ. ആൻഡ് ദെൻ ദിസ് തയോഎസ്റ്ററേസ് എൻസൈം റിയാക്ട്സ് ഓൺ ഇറ്റ് ടു ഗിവ് അവർ ഫാറ്റി ആസിഡ്. സോ ദിസ് ഈസ് ഹൗ ഫാറ്റി ആസിഡ്സ് ആസ് സിന്തസൈസ്ഡ്. ആ കാർബൺ ആറ്റം അങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. നമ്മളെ ബയോസിന്തസിസിലും അതിൻ്റെ കാറ്റബോളിസത്തിലും സെയിം സാധനം നമ്മൾ പറഞ്ഞത്. ബേസിക്കലി നോക്കുമ്പോൾ 2 കാർബൺ അങ്ങനെ റിമൂവ് ചെയ്യും അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഫാറ്റി ആസിഡ് സിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ 2 കാർബൺ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിൾ കൂടി അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക, ഓക്കെ.
സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഫാറ്റി ആസിഡ് മെറ്റബോളിസം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളത് ട്രയാസൈൽഗ്ലിസറോൾസിൻ്റെ മെറ്റബോളിസമാണ്. അപ്പോൾ ഇത് ചെറിയൊരു പോർഷൻ മാത്രമാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ഫാറ്റി ആസിഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫോമാണ് ട്രയാസൈൽഗ്ലിസറോൾസ്. ഓക്കെ, അപ്പോൾ ദിസ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് synthesis of this triacylglycerols happens in the endoplasmic reticulum of all the cells. ഓക്കെ, അപ്പോൾ ഇത് ലിവറിൽ വെച്ചും അഡിപ്പോസ് ടിഷ്യൂവിലും ഫാറ്റി ഒക്കെ നടക്കാറുണ്ട്. ഈ ഫാറ്റി ആസിഡ്സ് സൈറ്റോപ്ലാസത്തിൽ നിന്നിട്ടുള്ളതും അതേപോലെ അവിടെ സിന്തസൈസ് ചെയ്തിട്ടുള്ളതും അതേപോലെ നമ്മളെ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന ഫാറ്റി ആസിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തേക്ക് അല്ലെങ്കിൽ ERക്ക് അതിന് മെംബ്രെയിൻക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിനെ ട്രയാസൈൽഗ്ലിസറോളാക്കി മാറ്റാണ് ചെയ്യുക. ഓക്കെ, and it is then stored for future use as triacylglycerols in all cells. എല്ലാ സെൽസിലും ഇതുണ്ടാകും. മെയിനായിട്ട് കാണുന്നത് അഡിപ്പോസൈറ്റ്സിലാണ്, അഥവാ നമ്മൾ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ സെൽസിൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ദിസ് ട്രയാസൈൽഗ്ലിസറോൾസ് ആർ മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറോൾ to which 3 fatty acids have been esterified. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ സിന്തസിസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. 3 ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് വിത്ത് 1 ഗ്ലിസറോൾ. ഓക്കെ, ഇത് ഒന്നായിട്ടുള്ളതിനെ നമ്മൾ ട്രയാസൈൽഗ്ലിസറോൾ എന്ന് പറയാം. ഓക്കെ, and these fatty acids are incorporated into triacylglycerols വെച്ചാൽ ഇതിലേക്ക് പലതരം ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ. അത് ഏത് ഫാറ്റി ആസിഡ് ആണോ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ സിന്തസിസിൻ്റെ ടൈമിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ പറഞ്ഞ പോലെ തന്നെ അസൈൽ കോഎൻസൈം എക്ക് ഇതിനെ ആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുക. ആൻഡ് പിന്നെന്ത് ചെയ്യും, അത് നമ്മൾ എന്താ പറയുക, അസൈൽ കോഎൻസൈം ട്രാൻസ്ഫറേസിൻ്റെ പ്രസൻസിലാണ്, ആ ഒരു മെംബ്രെയിനിലാണ് ഇത് ബൗണ്ട് ചെയ്ത് കിടക്കണ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനിലാണ് ഈ എൻസൈം കാണാം. ഓക്കെ, ആൻഡ് ദിസ് എൻസൈം എസ്റ്റെറിഫൈസ് 2 മോളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോഎൻസൈം. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, റിയാക്ഷൻ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ 3 ഫാറ്റി ആസിഡ്സ് ആണ് ഇതാണ് നമ്മളെ ബേസിക് സ്ട്രക്ചർ. ഇവിടെ ഇതാണ് നമ്മളെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ 3 ഫാറ്റി ആസിഡും വരണം, 1 ഗ്ലിസറോളും വരണം. ഓക്കെ, യൂഷ്വലി എന്ത് ചെയ്യും, ഈ ഫാറ്റി ആസിഡ്സ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് പിന്നെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ വഴി ഇതേ 3നും കൂടി ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ 3 ഫാറ്റി ആസിഡ്സിൽ ശരിക്കും എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആക്കും. 3 ഫാറ്റി ആസിഡ്സിനും ആക്ടിവേഷൻ നടക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസൈൽ കോഎൻസൈം എ സിന്തറ്റൈസ് എൻസൈം 3 അസൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 3 ഫാറ്റി ആസിഡ്സ് ഉണ്ടാകും, അതിനെ 3 അസൈൽ കോഎൻസൈം എ ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡായിട്ട് അവിടെ റെഡിയാക്കി വെക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് 2 എന്ത് ചെയ്യും, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ വഴി എന്ത് ചെയ്യും, ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റിനായിട്ടും കമ്പൈൻ ചെയ്തിട്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡ് അഥവാ 1,2-ഡൈ അസൈൽ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ടായിട്ട് മാറ്റും. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ 3 കാർബൺ ആറ്റം, ഗ്ലിസറോളിലുള്ള 3 കാർബൺ ആറ്റം ഉണ്ടാകും. അതിൽ 2 ഫാറ്റി ആസിഡ് ഉണ്ടാകും, 1 ഫോസ്ഫറസ് ആക്റ്റാണ് ഉണ്ടാകുക. ബേസിക്കലി ദിസ് വുഡ് ബി എ ഡൈഗ്ലിസറൈഡ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, 2 അസൈൽ ഫാറ്റി ആസിഡ്സ് ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡ് വെച്ചിട്ട് ഡൈഗ്ലിസറൈഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ആൻഡ് ദെൻ ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഫോസ്ഫറ്റൈസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ആ ഫോസ്ഫറസ് ഇവിടെ കിടക്കുന്ന ഫോസ്ഫറസിനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് 1,2-ഡൈ അസൈൽ ഗ്ലിസറോൾ. ഓക്കെ, അവിടെ 3rd കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യും, എസ്റ്ററിഫിക്കേഷൻ നടത്തിയിട്ട് this is an esterification reaction. എന്ത് ചെയ്യും, 3 ഭാഗത്തും ഫാറ്റി ആസിഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ. ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മൾ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈഅസൈൽ ഗ്ലിസറോൾ മെറ്റബോളിസം. ജസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, ഫാറ്റി ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കും. അതിൽ 2 ആദ്യം എന്ത് ചെയ്യും, നമ്മൾ കാർബൺ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് ഡൈഗ്ലിസറൈഡ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫാസ്ഫാറ്റിഡിക് ആസിഡ് ഓർ 1,2-ഡൈ അസൈൽ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ്. ദെൻ എന്ത് ചെയ്യും, ഈ ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഫോസ്ഫേറ്റേസ് എൻസൈം. ആൻഡ് അവിടെ എന്ത് ചെയ്യും, അതിന് പകരം ഫാറ്റി ആസിഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഫാറ്റി ആസിഡ് മെറ്റബോളിസം ആൻഡ് ഇറ്റ് സ്റ്റോറേജ്. ആൻഡ് ഇതൊക്കെ പഠിക്കുക. ഇതാണ് നമ്മളെ ഒരു ഓൾറൗണ്ട് റിയാക്ഷൻ. ഇതാണ് ഫാറ്റി ആസിഡ് ഫാറ്റി ആസിഡ് കോഎൻസൈം എ വിത്ത്
ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ്, ഫസ്റ്റ് ഫോസ്ഫാറ്റിക് ആസിഡായി, പിന്നെ ഡൈഗ്ലിസറൈഡായി, പിന്നെ ട്രൈഗ്ലിസറൈഡായി. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും നടക്കാൻ ലിവറിൽ ഇൻഡസ്ട്രിയിലേക്ക് വെച്ചിട്ടാണ്, അവിടെ വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നതൊക്കെ കൂടുതലും. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് സെക്രേറ്റഡ് ഇൻ ടു ദി ബ്ലഡ് സർക്കുലേഷൻ. എന്നിട്ട് ഈ ബ്ലഡ് സർക്കുലേഷനിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളൊക്കെ കാണുന്നത് ഈ ഒരു തരത്തിലാണ്. ഓക്കെ, അതൊരു ഫാറ്റി ആസിഡിൻ്റെ സ്റ്റോറേജ് ഫോമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. അപ്പോൾ മെറ്റബോളിസം ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, യു ക്യാൻ കോൺടാക്ട് മീ ഫോർ ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.